റിട്ടേൺ ട്രാവലേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ വീണ്ടും പാർക്കിങ്ങിനെ കുറിച്ചാണ്. അപ്പൊ നമുക്കിന്ന് ഫോർവേഡ് പാർക്കിംഗ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ ഈ രണ്ട് ലോറികൾക്ക് ഫ്രണ്ടിൽ നിങ്ങൾ കാണുന്ന ഈ രണ്ട് ലോറികൾക്കിടയിലുള്ള സ്പേസിൽ നമ്മുടെ വണ്ടി എങ്ങനെ കയറ്റിയിടാമെന്നാണ് ഫോർവേഡ്. ഞാനിത് ഫോർവേഡ് ചെയ്യാനുള്ള കാരണം ഇതിന്റെ ഇടയ്ക്ക് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് നമുക്ക്. അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു, നമ്മുടെ വണ്ടിയും ലോറിയും ഏകദേശം ഒരേ ലെങ്തിലാണ്. എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ നേരത്തെ ഇട്ടു, ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇട്ട. എന്നിട്ട് വണ്ടി കുറച്ചും കൂടെ മുന്നോട്ട് എടുത്ത് ഫുള്ള് ലെഫ്റ്റ് അടിക്കുക. ഫുള്ള് ലെഫ്റ്റ് അടിച്ച് ഈ സ്പേസിലോട്ട് ഇങ്ങനെ കയറുക. കാണാൻ പറ്റുന്നു തോന്നുന്നുണ്ട്. എന്നിട്ട് ഇവിടം വരെ ഏകദേശം എനിക്ക് ആ മിററിൽ നിന്ന് നമ്മുടെ ആ ലോറിയുടെ ഫ്രണ്ട് ബമ്പർ എനിക്ക് ആ മിററിൽ കാണാം. ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ആ ലോറിയുടെ ബമ്പറും നമ്മുടെ കാറിന്റെ ഡോർ ഹാൻഡിലും ഏകദേശം ഒരേ ദിശയിൽ വന്നു. ഇനി കണ്ടല്ലോ നിങ്ങൾ, അത് രണ്ടും ഏകദേശം ഒരേ ലൈനാണ്. അപ്പൊ ഞാൻ ഫുള്ള് റൈറ്റ് ഒടിച്ച് വണ്ടി ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇത് ഏകദേശം ഇതിനിടയ്ക്ക് നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല. കറക്റ്റ് ആയിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൽ വന്ന് നിന്നു. ഏകദേശം സ്ട്രെയിറ്റ് ആയി എന്ന് തോന്നുമ്പോൾ സ്റ്റിയറിംഗ് നമ്മൾ നേരെയാക്കണം. എന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ വേണേ അടുപ്പിച്ചിടാം. കണ്ടോ, ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയി എന്ന് കാണുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് അടുപ്പിച്ച് ഇടാൻ പറ്റും വണ്ടി. എപ്പോഴും എത്രയോ ഒതുങ്ങി കിടക്കുന്നു അത്രയും നല്ലതാണ്. അപ്പൊ വലത്തോട്ട് വണ്ടി ഒന്നുകൂടെ തിരിച്ച് പതുക്കെ മൂവ് ചെയ്ത് കൊണ്ടുവന്നിട്ട് സ്റ്റിയറിങ് നേരെയാക്കുക. സ്റ്റിയറിങ് നേരെയാക്കി വേണമെങ്കിൽ നമുക്കത് ഇത്തിരിയും കൂടെ ഫോർവേഡ് ചെയ്യാം. കണ്ടോ, ഓക്കെ. ഇപ്പൊ ഏകദേശം രണ്ട് വണ്ടികളുടെ ഇടയിൽ നമ്മൾ വ്യക്തമായിട്ടും കറക്റ്റ് ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഫോർവേഡ് പാർക്ക് ചെയ്ത് ഇടാം. അപ്പം നമ്മളിപ്പോ ഫോർവേഡ് പാർക്ക് ചെയ്ത ഒരു വണ്ടി, ഇപ്പൊ ഈ വണ്ടികളുടെ ഇടയ്ക്ക് ഒത്തിരി ഡിസ്റ്റൻസ് ഉണ്ട്. ഞാൻ എന്നാലും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ലോറിയുടെ തൊട്ടടുത്തോട്ട് നമ്മുടെ വണ്ടി കൊണ്ടുവന്നിട്ടിരിക്കുക. കാരണം നമുക്കൊരു ട്രാഫിക് സ്ഥലത്ത് പോയാൽ സത്യത്തിൽ അത്രയും സ്പേസേ നമുക്ക് കിട്ടൂ. അപ്പം അങ്ങനെ അത്രയും സ്പേസിൽ ഇടുങ്ങി കിടക്കുന്ന പാർക്ക് ചെയ്തെടുത്തുനിന്ന് എങ്ങനെ നമ്മള് വണ്ടി തിരിച്ച് നമുക്ക് റോഡിലോട്ട് ഇറക്കാം എന്നതിനെ കുറിച്ചാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. അപ്പം അതിനാദ്യം വേണ്ടത് നമ്മൾ റൈറ്റിലോട്ടല്ലേ നമുക്ക് കയറേണ്ടത്. റോഡ് റൈറ്റ് സൈഡിലാണ്. റൈറ്റിലോട്ട് കയറുന്നതുകൊണ്ട് ആദ്യം റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു. ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ആദ്യം ഫുള്ള് നമ്മൾ റൈറ്റിലോട്ട് സ്റ്റിയറിംഗ് തിരിക്കണം. ഇതിപ്പോ ഫുള്ളായതിനു ശേഷം പതുക്കെ വണ്ടി എടുക്കണം. പതുക്കെ മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ കോർണർ എപ്പോഴും ശ്രദ്ധിക്കണം. എന്തായാലും ഒറ്റ സ്ട്രെച്ച് നമുക്കത് എടുക്കാൻ പറ്റില്ല. ഇതിപ്പോ കുറച്ച് കയറുന്നു തോന്നുന്നു, എന്നാലും മെജോറിറ്റി നമുക്കത് എടുക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം, ആ കോർണർ സൈഡ് വരുമ്പോൾ നമ്മൾ അവിടെ വണ്ടി നിർത്തിയതിനു ശേഷം സ്റ്റിയറിംഗ് ഫുള്ള് ലെഫ്റ്റിലോട്ട് തിരിച്ചെടുക്കുക. ഫുള്ള് ലെഫ്റ്റ്. എന്നിട്ട് റിവേഴ്സ് ഇടുക. കണ്ടോ, ഇപ്പൊ വണ്ടി കുറച്ചുകൂടെ ബാക്കിലോട്ട് പോകും. ബാക്കിലോട്ട് വന്നു, കുറച്ചുകൂടെ വന്നു. ഇനി നമുക്കൊന്നുമില്ല, ഫ്രീ ആയിട്ട് നമുക്ക് സ്റ്റിയറിംഗ് നേരെയാക്കുക. സ്റ്റിയറിംഗ് നേരെ നമ്മൾ ആദ്യം മിറർ ശ്രദ്ധിക്കണം. വണ്ടി വരുന്നുണ്ടോന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം വണ്ടി ഫ്രീ ആയിട്ട് മുന്നോട്ട് എടുക്കുക. കണ്ടോ, യാതൊരു ഇഷ്യൂ ഇല്ലാതെ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റി.